ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വളരെ ഹൃദയസ്പർശിയായ ഒരു വചനഭാഗം നമ്മൾ കേട്ടു. ആദ്യ വായനയിൽ 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്ന ആ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി 5-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ മറ്റൊരു വ്യക്തി ഹെനോക്ക്, അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 365 വർഷം ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ചു. നമ്മളാണ് 365 ദിവസം ഒന്ന് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കാനായിട്ട് പാടുപെടുക. 365 വർഷം. അത് കഴിഞ്ഞ് അവനെ കണ്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് അതുപോലെ നമ്മൾ കാണുകയാണ്, ഏലിയാ പ്രവാചകൻ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ച വ്യക്തി. അവന് അഗ്നേയരഥത്തിൽ കത്തി ജ്വലിക്കുന്നത് പോലത്തെ ആ ഒരു കാഴ്ച, അതുപോലെ തന്നെ ആ രഥത്തിലേക്ക് അവൻ സംഭവിക്കപ്പെട്ടിട്ട് സ്വർഗത്തിലേക്ക് അവൻ ഉയർത്തപ്പെട്ടു. ഇത് മനോഹരമായൊരു കാഴ്ച. അതിന് നമ്മൾ കാണുകയാണ്, എലീഷ അവൻ്റെ ശിഷ്യനായിരുന്നു. എലീഷയുടെ ഏലിയ ചോദിച്ചൊരു ചോദ്യം, ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പ്. അപ്പം നോക്കി, കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞിരുന്ന വ്യക്തിയാണ്. നല്ല പ്രാർത്ഥനാ ജീവിതം, അതുപോലെ ദൈവത്തെ മാനിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റും. അതാണ് പ്രവചനം. പ്രവാചകന്മാർക്കൊക്കെ ഉണ്ടായിരുന്ന വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്ന ആ ഒരു അറിവ് ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് നിനക്ക് എന്താ വേണ്ടേ. പല സംഭവങ്ങളും കേട്ടിട്ട് ഞാൻ ഓർത്തിട്ടുണ്ട്, ബൈബിള് വായിച്ചിട്ടുള്ളവരാണോ ഇവരെന്ന്. വേണമെങ്കിൽ അപ്പൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും കുണുക്കിൻ്റെ അംശമോ അല്ലെങ്കിൽ കോളാമ്പിയോ അല്ലെങ്കിൽ അവരുപയോഗിച്ച കട്ടിലോ എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി, അത് കിട്ടാൻ വേണ്ടി എന്താഗ്രഹത്തോടു കൂടിയാണ് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുക. ഇവിടെ നമ്മൾ കാണുകയാണ്, നമുക്കറിയാമല്ലോ, സോളമന് ദൈവം ഒരു പ്രിവിലേജ് കൊടുത്തു, ഒരു അവകാശം. നിനക്ക് എന്ത് വേണേലും ചോദിക്കാം, ഞാൻ തരും. അവൻ ചോദിച്ച സമ്പത്തോ സൗഭാഗ്യങ്ങളോ വല്ലതും ആണോ? ഒന്നുമല്ല. ജ്ഞാനവും വിവേകവും. ഏതാണ്ട് അതുപോലെ ഇവിടെ നമ്മൾ കാണുകയാണ്, ഏലിയ പ്രവാചകൻ തൻ്റെ ശിഷ്യൻ എലീഷയോട് ചോദിച്ചു, ഞാൻ എടുക്കപ്പെടുമ്പോൾ അതിനു മുമ്പ് നിനക്ക് എന്തെങ്കിലും ഒരാഗ്രഹം ഉണ്ടെങ്കിൽ പറയാം, അത് തരാം. മറുപടിയായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞ എന്താണ് നമ്മൾ കേട്ടല്ലോ, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്നാണേലും മക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് അവരുടെ ആശീർവാദം, അനുഗ്രഹം. ദൈവാനുഗ്രഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആശീർവാദം കഴിഞ്ഞാൽ പുരോഹിതൻ്റെ ആശീർവാദം, അത് കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ആശീർവാദം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ കാണുന്നുണ്ട്. ഏസാവ് അതിനുവേണ്ടി കൊതിച്ച്, എന്നെ കൂടി ഒന്ന് അനുഗ്രഹിക്കാൻ മേലെ, അപ്പാ എന്നെ കൂടെ ഒന്ന് അനുഗ്രഹിക്കുക, അങ്ങനെ പറഞ്ഞ് മസിൽ പിടിക്കുന്ന രംഗം കാണാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ നിർബന്ധ ബുദ്ധിയോടെ പ്രാർത്ഥിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. ഉൽപ്പത്തി 32-22 മുതൽ വായിക്കുമ്പോൾ യാക്കോബ് ഒരനുഗ്രഹം ദൈവദൂതനിൽ നിന്നും പിടിച്ചെടുത്തു. മൽപ്പിടുത്തം. അതിൻ്റെ അവസാനം, എന്നെ വിട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ വിടാം, പക്ഷെ അതിനു മുമ്പ് നീ എന്നെ അനുഗ്രഹിക്കണം. ഇത്രയും നേരം ഗുസ്തി പിടിച്ചുകൊണ്ടിരുന്ന, അതിൻ്റെ പേരിൽ ഒരുപാട് ശാരീരികമായിട്ടുള്ള വേദനയും പ്രയാസമൊക്കെ ഉണ്ടായതാ. എന്നിട്ട് പറയാണ്, നീ എന്നെ അനുഗ്രഹിച്ചാൽ അല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. അവിടെ യാക്കോബിന് കിട്ടിയ അനുഗ്രഹം ചില്ലറ അനുഗ്രഹമൊന്നും ആയിരുന്നില്ല. അവനോട് പറഞ്ഞത്, നിന്റെ പേര് ഇതുവരെ യാക്കോബ് എന്നായിരുന്നെങ്കിൽ ഇനി നീ ഇസ്രായേൽ എന്നറിയപ്പെടും. അതിനെ അവന് കിട്ടിയ ദ്രോഹങ്ങളൊക്കെ മറന്നിട്ട് നീ എന്നെ അനുഗ്രഹിക്കുക, എന്നിട്ട് നിനക്ക് പോകാം എന്ന് പറയാനുള്ള ഒരു വലിയ മനസ്സുണ്ടായിരുന്നു. അങ്ങനെ അനുഗ്രഹം പിടിച്ചു വാങ്ങിയ ഒരു വ്യക്തി യാക്കോബ് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11:12 വായിച്ചാൽ, സ്നാപക യോഹന്നാന്റെ കാലം മുതൽ ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിധേയപ്പെട്ടു. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ബലവാന്മാർ അവിടെ പ്രവേശിക്കും. സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ നമ്മൾ കുറച്ച് ബലം പ്രയോഗിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ ആത്മീയ നന്മകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ആ ഒരു നിശ്ചയദാർഢ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് സ്വർഗത്തിൽ പോകണം, അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ. കാരണം ഒരുപാട് നമ്മൾ അതിൻ്റെ പേരിൽ വില കൊടുക്കേണ്ടി വരും, പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ
തളരാതെ പതറാതെ മുമ്പോട്ട് പോകാനുള്ള ആത്മീയ കരുത്ത് അത് നമ്മൾ പ്രാപിച്ചിരിക്കണം. അതാണ് അതിൻ്റെ കാതലായിട്ടുള്ള ഒരു സൂചന. ഇന്നത്തെ സുവിശേഷഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണ ഒരു 3 കാര്യങ്ങൾ, യഹൂദരെ ചുറ്റിപ്പറ്റി നിന്ന 3 കാര്യങ്ങൾ, ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലും നന്മ വരുത്തുന്ന 3 കാര്യങ്ങൾ: ഉപവാസം, പ്രാർത്ഥന. അത് നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച്, കാരണം സ്വർഗവും അശുദ്ധിയും യാതൊരു ബന്ധവുമില്ല. സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അശുദ്ധി മാറാതെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ശുദ്ധീകരണ സ്ഥലമൊക്കെ. അതിന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മളെ ശുദ്ധീകരിക്കുന്ന 2 കാര്യങ്ങളാണ് ഉപവാസം, പ്രാർത്ഥന. പിന്നെ ദാനധർമ്മം, 3-ാമത്തെ കാര്യം. അതേ, നമ്മൾ പാവങ്ങളെ മാനിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീയ സമ്പത്ത് അത് വളരെ വലുതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ 3 കാര്യങ്ങൾ യഹൂദര് അവരുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്ന 3 കാര്യങ്ങളെന്ന് പറയാൻ പറ്റും. പക്ഷെ അവിടെ അത് ചെയ്യേണ്ട പോലെ ചെയ്യണം. പ്രാർത്ഥനയാണേലും ഉപവാസമാണേലും ദാനധർമ്മമാണേലും അതിനുള്ള ഒരു നിർദ്ദേശമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമുക്ക് ലഭിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആരെ കാണിക്കാൻ വേണ്ടി ഇതൊന്നും ചെയ്തേക്കരുത്. നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കണ്ടോളാം, അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, കണ്ടോട്ടെ, അവരതേക്കുറിച്ച് കമൻ്റ് പറഞ്ഞേക്കാം. പക്ഷേ പ്രകടനാത്മകത, ആത്മീയതയേക്കാൾ പ്രകടനാത്മകത, കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടി, അത് നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് നമുക്ക് ഫലമുണ്ടാകത്തില്ല. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. അങ്ങനെ നീ പ്രാർത്ഥിക്കുമ്പോൾ ബാക്കിയുള്ളവർ കാണാൻ വേണ്ടി അല്ല നീ പ്രാർത്ഥിക്കേണ്ടത്, സ്വർഗസ്ഥനായ പിതാവുമായി ഒരു ബന്ധമുണ്ടാകാൻ. ഇനി ചില സാഹചര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒത്തിരി പേര് പള്ളിപ്പോക്കും പ്രാർത്ഥനയൊക്കെ നിർത്തിയതിൻ്റെ കാരണം ചിലരുടെ ചില കമൻറ്റാണ്. നിങ്ങൾ ഈ കണ്ട പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആണല്ലോ, ഇപ്പോഴും നിങ്ങളുടെ കാര്യം നടന്നിട്ടില്ലല്ലോ, അത്രയും കേട്ടാൽ മതി. പിന്നെ ചിലർ പ്രാർത്ഥന നിർത്തും, പള്ളിപ്പോക്കും നിർത്തും. വല്ലവരുടെയും വാക്ക് കേട്ടാണോ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ഉപവസിക്കേണ്ടത്, ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി ഉപവസിച്ചാലും ചിലപ്പോൾ നമ്മുടെ തന്നെ വീട്ടിലുള്ളവർ പറഞ്ഞേക്കാം, ലോകത്തിലെ ഭൂലോക ഉടായിപ്പ, എന്നിട്ട് ഭയങ്കര ഉപവാസമാണ് പ്രാർത്ഥന. അവർ പറഞ്ഞോട്ടെ. മനുഷ്യരുടെ വാക്ക് കേട്ടല്ല നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതോ ചെയ്യാതിരിക്കേണ്ടതോ. അവസാനത്തെ കാര്യം, ഏത് കാര്യം ചെയ്താലും ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുക. അങ്ങനെയുള്ളവർ ഈ കാര്യങ്ങളിലൂടെ ഈശോയിലേക്ക് അടുക്കും. അവരുടെ കുടുംബത്തിലും മറ്റുള്ളവർക്കൊക്കെ അവരൊരു അനുഗ്രഹമായി മാറും. കാര്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.